ഇങ്ങനെയൊക്കെ തേഞ്ഞാണ് കണ്ടോ. ആ വെളുത്ത പാട് കാണുന്നതെല്ലാം ഇത് നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പുതിയ കംപ്രസർ വെച്ചിട്ട്. അതിന് കാരണമുണ്ട്. ഇത് കണ്ട കറുത്ത ചെളി പോലെ വന്നേക്കണ്ട. ഇപ്പൊ പമ്പിങ് ഇല്ല. ഇപ്പൊ ഞാനത് പീസാക്കി വെച്ചേക്കണതാണ്. ഇതിൻ്റെ ഉള്ളു കണ്ട ഈ പീസ് പോലെ തന്നെ ഇരിക്കേണ്ടതാണത്. ഇതുപോലെ കറുത്ത കളർ വന്നേക്കുന്നതിൻ്റെ കാരണം എല്ലാം തേഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ഈ പഴയ കംപ്രസറിൻ്റെ അഴുക്ക് കളയാതെ പുതിയ കംപ്രസർ പെട്ടെന്ന് കയറ്റി വെച്ച് പെട്ടെന്ന് കസ്റ്റമർക്ക് വണ്ടി കൊടുക്കും. അങ്ങനെ പറ്റിയേക്കുന്നതാണ്. ഒരു കാരണവശാലും ധൃതി പിടിക്കരുത്. ഈ രണ്ടാമത് കംപ്രസർ മാറ്റുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇത് പഴയ കംപ്രസർ എത്ര കിലോമീറ്റർ ഓടിയുണ്ടോ അത്രയും കിലോമീറ്റർ ഓടി തേയ്മാനം ആ സിസ്റ്റത്തിൽ തന്നെ ഉണ്ട്. ഈ അഴുക്ക് ഒരിക്കലും വേപ്പറായി പോവുകയോ ഒഴുകി പോവുകയോ ചെയ്യില്ല. പൈപ്പിൻ്റെ ഉള്ളിലും കണ്ടൻസറിലും കൂളിംഗ് കോയിലും കംപ്രസറിലായിട്ട് തങ്ങി നിൽക്കും ആ തേയ്മാനം. അപ്പോൾ കംപ്രസർ എടുത്ത് മാറ്റുന്ന എല്ലാ തേയ്മാനവും അതിനകത്ത് തന്നെ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കും. പുതിയ കംപ്രസറാണ് കയറ്റി വയ്ക്കുമ്പോൾ ഈ കംപ്രസറും പോകും. കാരണം ഇതെല്ലാം കൂടി റീസൈക്ലിംഗ് ആണ്. ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഗ്യാസും ഓയിലും. അപ്പോൾ ആ അഴുക്ക് എല്ലായിടത്തും ആയി ഈ കംപ്രസറിലും കയറി ഈ കംപ്രസറും പോയി. അങ്ങനെ സംഭവിച്ച ഒരു കംപ്രസറാണത്. കിഡ്. ഈ കവറ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുകിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കേണ്ടത് അതുപോലെ ക്ലിയർ ആയിട്ടിരിക്കണം. അതൊന്നും കഴിയാത്തൊരു പീസിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നുണ്ട കരിക്കട്ട പോലെ. കൺമഷിയാണിത്. കണ്ട ഇത് കണ്ണെഴുതാം, അത്രയ്ക്ക് കളർ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അബദ്ധം ആർക്കും പറ്റാതിരിക്കുക, ധൃതി പിടിക്കാതിരിക്കുക. വണ്ടി തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി വേണം. പുതിയ കംപ്രസറല്ലേ, പിന്നെന്താ കുഴപ്പം? അത്